ഹലോ ബ്യൂട്ടിഫുൾ ലേഡീസ്, വെൽക്കം ബാക്ക് ടു ദി ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എങ്ങനെയാണ് നമുക്ക് സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാക്കുന്നതിനെ കുറിച്ചിട്ടാണ്. നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം നമ്മളെന്താണെന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഞാൻ എല്ലാ വീഡിയോസിലും പറയാറുണ്ട്, നമ്മൾ തന്നെ ആദ്യം നമുക്ക് വില കൊടുത്താൽ മാത്രമേ മറ്റുള്ളവർ നമുക്ക് വില കൊടുക്കുള്ളൂ എന്നുള്ള കാര്യം ഞാൻ എപ്പോഴും പറയാറുണ്ട്. അതുപോലെ നമ്മൾ എത്രത്തോളം വേർത്തിയാണ് അല്ലെങ്കിൽ നമുക്ക് എത്രത്തോളം വേർത്തുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അത് ഫിനാൻഷ്യലായിട്ടുള്ള വേർത്ത് മാത്രമല്ല, നമ്മുടെ വാല്യൂസ് നമ്മൾ മനസ്സിലാക്കണം. ആരും മോശക്കാരല്ല, എല്ലാവർക്കും ഓരോരുത്തരുടേതായിട്ടുള്ള കഴിവുകളുണ്ട്, ഓരോരുത്തരുടേതായിട്ടുള്ള എന്താ പറയുക, അവരുടെ മൈൻഡ് സ്ട്രോങ് അല്ല എന്ന് തോന്നിയാലും ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള സ്ട്രെങ്ത് ഉണ്ട്. അപ്പം അത് ആദ്യം മനസ്സിലാക്കുക എന്നുള്ളതാണ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. പിന്നെ നമുക്കെല്ലാവർക്കും ഉള്ളൊരു കാര്യമാണ്, നമ്മൾ എപ്പോഴും മറ്റുള്ളവരുമായിട്ട് നമ്മളെ കമ്പയർ ചെയ്യും. ആ ഒരു കമ്പാരിസൺ നമ്മൾ ആദ്യം നിർത്തേണ്ടതാണ്. അതായത് അയ്യോ അവർ കണ്ടില്ലേ നമ്മളെക്കാളും എത്ര ഭംഗിയുണ്ട്, അല്ലെങ്കിൽ എത്ര സാമ്പത്തിക സ്ഥിതിയുണ്ട്, അല്ലെങ്കിൽ എത്രത്തോളം അവർക്ക് വിദ്യാഭ്യാസമുണ്ട്, അങ്ങനെയുള്ള പല കാര്യങ്ങൾ കൊണ്ടും നമ്മൾ മറ്റുള്ളവരുമായിട്ട് എപ്പോഴും കമ്പയർ ചെയ്യാറുണ്ട് അല്ലേ. അപ്പം ഇങ്ങനെയുള്ള കമ്പാരിസൺ നമ്മൾ ആദ്യം നിർത്തണം. മറ്റുള്ളവരുമായി കമ്പയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ നല്ല ക്വാളിറ്റീസ് എന്തൊക്കെയുണ്ടെന്നുള്ളത് നിങ്ങൾ ചിന്തിക്കാറുണ്ടോ? നമ്മളെപ്പോഴും നമ്മളെ തന്നെ താഴ്ത്തി കെട്ടാൻ മാത്രമേ എപ്പോഴും ശ്രമിക്കാറുള്ളൂ അല്ലേ. അപ്പം എനിക്കില്ലാത്ത കഴിവുകളാണ് ഞാൻ എപ്പോഴും കണ്ടുപിടിക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പം അത് നമ്മുടേതായിട്ടുള്ള കഴിവുകൾ എന്തൊക്കെയുണ്ട്, നമ്മൾ പല പല സാഹചര്യങ്ങൾ നമ്മൾ എങ്ങനെ അതിജീവിച്ചിട്ടുണ്ട്, ആ ഒരു സാഹചര്യം എനിക്കായിരുന്നെങ്കിൽ എനിക്കുണ്ടായ സമയത്ത് ഞാൻ എത്രത്തോളം അത് ബുദ്ധിപരമായിട്ട് ഞാനത് മാനേജ് ചെയ്തിട്ടുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ചിന്തിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു പരിധി വരെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് ലെവലിൽ നിങ്ങൾക്ക് വർദ്ധിപ്പിക്കാൻ വേണ്ടി സാധിക്കും. അതുപോലെ നമുക്കുണ്ടാകുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ, ഒരു സന്തോഷമായിക്കോട്ടെ, അത് നമ്മൾ വലുതായിട്ട് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. എന്ത് കാര്യം തന്നെയാണെങ്കിലും, ഈവൻ നമ്മുടെ ബർത്ത്ഡേസ് ഉണ്ടാവും, അല്ലെങ്കിൽ നമുക്ക് ഉണ്ടാകുന്ന ചെറിയ ചെറിയ അച്ചീവ്മെൻറ്റ്സ് ഉണ്ടാവും, എന്തെങ്കിലും ചെറിയ സർട്ടിഫിക്കറ്റ്സ്. നമ്മളിപ്പോൾ ഒരു കോമ്പറ്റീഷന് പങ്കെടുത്തു, അപ്പോൾ ആ ഒരു കോമ്പറ്റീഷൻ നമുക്ക് ഒരു സമ്മാനം, ചെറിയൊരു സമ്മാനം ആയിക്കോട്ടെ, നമ്മുടെ വീടിനടുത്ത് നടക്കുന്ന എന്തെങ്കിലും ഒരു പ്രോഗ്രാമിൽ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന ഒരു ചെറിയൊരു കാര്യമാണെങ്കിൽ കൂടെ നമ്മളത് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. അത് നമ്മുടെ സെൽഫ് കോൺഫിഡൻസ് വളരെയധികം വർദ്ധിപ്പിക്കും കേട്ടോ. മറ്റൊരാൾ നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ എന്താ പറയുക, എന്തൊരു കാര്യമാണെങ്കിലും. അതേപോലെ നമ്മളുടെ സേഫ് സോണിൽ മാത്രം നിന്നിട്ട് നമ്മൾ കളിക്കരുത്. എപ്പോഴും നമ്മൾ സേഫ് സോണ്, അയ്യോ അതിന് പങ്കെടുത്ത് നമ്മൾ പരാജയപ്പെട്ടാലോ, അല്ലെങ്കിൽ അവരോട് ഈ ഒരു വേദിയിൽ നമ്മളിങ്ങനെ സംസാരിക്കാനൊക്കെ അവസരങ്ങൾ നമുക്ക് പലപ്പോഴും ഉണ്ടാവാറുണ്ട്. പല വേദികളിലും നമുക്ക് സംസാരിക്കാൻ അവസരം കിട്ടുമ്പോൾ നമ്മളുടെ കോൺഫിഡൻസ് ലെവൽ ഇല്ലാത്തത് കൊണ്ട്, അല്ലെങ്കിൽ നമുക്ക് കോൺഫിഡൻസ് ഇല്ലാത്തത് കൊണ്ട്, നമുക്കറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ പോലും നമ്മൾ പറയാതെ അത് വിടും. അപ്പം അങ്ങനെ ചെയ്യേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഇനി നിങ്ങളൊരു കാര്യം ചെയ്യൂ, അടുത്ത പ്രാവശ്യം അങ്ങനെ ഒരു അവസരം കിട്ടുമ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിച്ച് നോക്കൂ. പരാജയങ്ങൾ ഉണ്ടാവും, ചിലപ്പോൾ നമുക്ക് പറയാൻ കിട്ടാതെ നമ്മളെന്താ പറയുക, കുറച്ച് നേരം പറയാൻ കിട്ടാതെ നിൽക്കുന്നൊരു സാഹചര്യം ഉണ്ടാവും. പക്ഷെ അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ. അപ്പോൾ നമ്മളെന്ത് ചെയ്യുക, ആ ഒരു കാര്യത്തിൽ പങ്കെടുക്കാൻ എനിക്ക് പറ്റിയല്ലോ, അത്രയെങ്കിലും എനിക്ക് പറയാൻ സാധിച്ചല്ലോ എന്നുള്ളത് ചിന്തിച്ചിട്ട് നമുക്ക് എപ്പോഴും സന്തോഷിക്കാവുന്ന കാര്യമുള്ളൂ. അപ്പം അതേപോലെ തന്നെ നമുക്ക് കമ്മ്യൂണിക്കേഷൻ സ്കിൽ എപ്പോഴും വർദ്ധിപ്പിക്കുക. നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുക. ചിലപ്പം ചില അവസരങ്ങളിൽ നമുക്ക് ചില കാര്യങ്ങൾ പറയാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കാം. രണ്ടാമതും ആ ഒരു കാര്യത്തിനെ കുറിച്ചിട്ടാവുമ്പോൾ നമ്മൾ കൂടുതൽ പഠിച്ച് കൂടുതൽ മനസ്സിലാക്കി ആ ഒരു കാര്യം സംസാരിക്കുമ്പോൾ നമുക്ക് ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. പിന്നെ ലേണിംഗ്, പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പം നിങ്ങൾ പുതിയതായിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുക, പുതിയ ആളുകളോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. അല്ലെങ്കിൽ എന്താ പറയുക, നമ്മളൊരു വേദിയിൽ പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പരിപാടിക്ക് പോകുന്ന സമയത്ത്, മിക്ക ആളുകൾക്കുള്ള പരിപാടിയാണ്, എവിടെയും ഒന്നിലും പങ്കെടുക്കാതെ നമ്മളൊരു മൂലയിലേക്ക് ഒതുങ്ങും. അധികം സംസാരിക്കാൻ നമ്മൾ മെനക്കെടാറില്ല. അവരൊക്കെ എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ എങ്ങനെയാണ് തിരിച്ച് സംസാരിക്കുക എന്നുള്ള പല കാര്യങ്ങൾ കൊണ്ടുള്ള പേടിയാണ് നമുക്ക്. അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ബുദ്ധിയുണ്ട്, കഴിവുകളുണ്ട്, എല്ലാം ഉണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാതെ നിങ്ങൾ എന്ത് ചെയ്യാം, മറ്റുള്ളവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാത്ത പല കാര്യങ്ങളും അവർ പറയുന്നുണ്ടാവും. അപ്പോൾ അത് ആക്സെപ്റ്റ് ചെയ്യുക, അത് മനസ്സിലാക്കുക. അടുത്ത പ്രാവശ്യം നിങ്ങൾക്കത് ഉപകാരപ്പെടും.
ഈ ഒരു സമയത്ത് ഇപ്പം നമ്മൾ 2-3 പേര് കൂടി എന്തെങ്കിലും ഒരു കാര്യത്തിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പം അവരിൽ നിന്ന് കിട്ടുന്ന ഒരു ചെറിയ കാര്യം നമുക്ക് പിന്നത്തേക്ക് വലിയൊരു ഉപകാരമായിരിക്കും. അതുപോലെ നമുക്കെപ്പോഴും നെഗറ്റീവ് എനർജി ഉണ്ടാക്കി തരുന്ന ആളുകളിൽ നിന്ന് നമ്മൾ ഒഴിഞ്ഞു നിൽക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. അപ്പം നമ്മൾ അങ്ങനെയുള്ള നെഗറ്റീവ് പീപ്പിൾസിൽ നിന്ന് നമ്മൾ ഒഴിഞ്ഞു നിൽക്കുക. അതേ സമയത്ത് നമ്മൾ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുന്ന നമുക്ക് പോസിറ്റിവിറ്റി തരുന്ന ആളുകളുമായിട്ട് നമ്മൾ കൂടുതൽ സമയം ചിലവഴിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഉണ്ടാകുമ്പം തന്നെ നമ്മൾക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ അവരിൽ നിന്ന് കിട്ടുമെന്ന് നിങ്ങൾക്കറിയാമോ? അപ്പം അത്തരം കാര്യങ്ങളിൽ നിങ്ങൾ കൂടുതൽ എൻഗേജ്ഡ് ആവുക. നെഗറ്റീവ് പീപ്പിൾസിനെ നമ്മൾ അവോയ്ഡ് ചെയ്യുക. അതേപോലെ നമ്മൾ എപ്പോഴാണെങ്കിലും ശരി നോ പറയാൻ നമ്മൾ മടിക്കരുത്. അപ്പം നോ പറയേണ്ട സാഹചര്യങ്ങളിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് അയ്യോ അങ്ങനെ പറഞ്ഞാൽ അവരെന്തെങ്കിലും വിചാരിക്കുമോ, അങ്ങനെ ചെയ്താൽ അവരെന്തെങ്കിലും വിചാരിക്കുമോ, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യമായിരിക്കും എങ്കിൽ പോലും മറ്റുള്ളവർ ഫോഴ്സ് ചെയ്യുമ്പോൾ നമ്മളത് അനുസരിച്ച് പോകുന്ന പല ഘട്ടങ്ങളും ഉണ്ട്. പക്ഷേ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. നിങ്ങളും വിലയുള്ള ആളുകൾ തന്നെയാണ്, നിങ്ങളും വൃത്തിയായിട്ടുള്ള ആളുകളാണ്. അതുകൊണ്ട് നോ പറയേണ്ട സമയങ്ങളിൽ നിങ്ങൾ നോ തന്നെ പറയാമെന്നുള്ളതാണ്. പിന്നെ നിങ്ങൾ സെൽഫ് ലവ്, പല ആളുകളും പല ഇഷ്ടങ്ങളും മാറ്റി വയ്ക്കാറുണ്ട്. നിങ്ങളെ ഒരുങ്ങാനോ നല്ല രീതിയിൽ നടക്കാനോ, നിങ്ങളുടെ സൗന്ദര്യം ആണെങ്കിലും ശരി, അല്ലെങ്കിൽ മറ്റ് കഴിവുകളാണെങ്കിലും പാടാനുള്ള കഴിവ് എല്ലാം നിങ്ങൾക്കുണ്ടാവും. പക്ഷേ നിങ്ങളതെല്ലാം ഒതുക്കി വെച്ച് ജീവിക്കുന്ന ആളുകളായിരിക്കും അല്ലേ. അപ്പം നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ ഒരു റീൽ എടുത്തിടുക. ചിലരൊക്കെ പറയാറില്ലേ എന്തിനാ ഇപ്പോൾ ഇങ്ങനെ റീലിട്ടിട്ട്. പക്ഷേ അതിൽ മറ്റൊരു കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കാനുണ്ട്. എന്താണെന്ന് വെച്ചാൽ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു കഴിവ് നമ്മൾ പുറത്ത് കാണിക്കുമ്പോൾ നമ്മുടെ സെൽഫ് കോൺഫിഡൻസ് ആണ് അതിൽ കൂടെ ഇമ്പ്രൂവ് ആകുന്നത് കേട്ടോ. അപ്പം അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നതിലൂടെ നമുക്ക് കിട്ടുന്നത് വലിയ ഒരു സന്തോഷമാണ്. അല്ലെങ്കിൽ നമ്മുടെ കോൺഫിഡൻസ് ലെവൽ വളരെയധികം വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ എന്താ പറയുക, ഇതേപോലെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് മെയിനായിട്ട് ശ്രദ്ധിക്കാനുള്ളത്. പിന്നെ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും കൂടെ പറയാം. എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. നിങ്ങൾക്ക് ഇത് എന്തെങ്കിലും തരത്തിലുള്ള ഉപകാരമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ ഒരു ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ സ്റ്റേ സ്ട്രോങ്, സ്റ്റേ ഹെൽത്തി. ബൈ.